ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ ബോയിങ് ആണ്. ബോയിങ് 787 സീരീസിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബോയിങ് 787 ഒരു ദുരന്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ബോയിങ് 787 ലയൺ എയർക്രാഫ്റ്റ് 2018 ലയൺ എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഏജൻസി എയർ ഇന്ത്യ പോലൊരു കമ്പനി 2018 ഒരു അപകടം പറ്റിയിരുന്നു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇതേപോലെ 2019 മാർച്ചിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അതായത് ഒരു 5 മാസ ഇടവേളയിൽ ഏതാണ്ട് 346 പേരുടെ ജീവൻ നഷ്ടമായ 2 അപകടങ്ങളാണ്. ഇപ്പോൾ ഈ 2 അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ബോയിങ് ഈ ശ്രേണിയിലുള്ള വിമാനങ്ങളെ മുഴുവൻ അടിയന്തര പരിശോധനകൾക്കായിട്ട് താഴെ ഇറക്കാൻ പറഞ്ഞു. അതായത് സർവീസുകൾ, ഈ ബോയിങ്ങിൻ്റെ ഈ ശ്രേണിയിലുള്ള വിമാനങ്ങൾ സർവീസ് നടത്തരുത് കുറച്ച് കാലത്തേക്ക്. അങ്ങനെ ഏതാണ്ട് 2019 മാർച്ച് 2020 ഡിസംബർ കാലയളവിൽ ഈ ബോയിങ് വിമാനങ്ങൾ ഒരു ഏജൻസിയും ഉപയോഗിച്ചിരുന്നില്ല. ഈ ശ്രേണിയിൽപ്പെട്ടത് സുരക്ഷാ പരിശോധനകൾ നടത്തി അവർ ഒരുപാട് നോക്കിയിട്ടും എന്താണ് ഇതിൻ്റെ തകരാറെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ MACS അതായത് മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു സംവിധാനം ഈ ബോയിങ്ങിൽ ആ ഡ്രീം ലൈനർ ഈ 787 സീരീസിൽ ബോയിങ് വിമാന കമ്പനി ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഈ വിമാനം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഈ തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ പൈലറ്റുമാരുടെ ജോലി ലഘൂകരിക്കാൻ വേണ്ടി അതിൽ ഏർപ്പെടുത്തിയ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇത്, ഈ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇത് ആണ് ഈ അപകടം ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇത് ആ ഒരു തകരാർ പരിഹരിക്കുകയും ചെയ്തിരുന്നു ഈ ബോയിങ് കമ്പനി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനമടക്കം അതിനുശേഷമാണ് സർവീസുകൾ പുനരാരംഭിച്ചത്.